2021 ഏപ്രിൽ 19 നാസയുടെ ചൊവ്വ ദൗത്യത്തിന്റെ ഭാഗമായി ചൊവ്വയിൽ ലാൻഡ് ചെയ്ത പെർസേവറൻസ് റോവറിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയിലെടുത്ത നാസയുടെ തന്നെ ഇൻജിനിറ്റി ഹെലികോപ്റ്റർ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പലർക്കും ഉണ്ടായൊരു സംശയമാണ്, അന്തരീക്ഷവും വായുവില്ലാത്ത ചൊവ്വയിൽ എങ്ങനെയാണ് ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ നിഷ്പ്രയാസം പറന്നു പോകുന്നത്? ശരിയാണ്, അതൊരു ന്യായമായിട്ടുള്ള സംശയമാണ്. അപ്പോൾ നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചൊവ്വയിൽ വായു ഇല്ല എന്ന് തീർത്തും നമുക്ക് പറയാൻ സാധിക്കില്ല. ഭൂമിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചൊവ്വയിൽ വായു വളരെ കുറഞ്ഞ തോതിൽ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭൂമിയുടെ അന്തരീക്ഷ സാന്ദ്രതയുടെ 1% മാത്രമാണ് ചൊവ്വയിലുള്ളത്. അതായത് ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ ഒരു വസ്തുവിന് പറന്നുയരണമെങ്കിൽ ഭൂമിയിൽ ഒരു 30 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്നത്രയും ശക്തി കൊടുക്കേണ്ടി വരും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭൂമിയിലുള്ള ഒരു ഹെലികോപ്റ്റർ അതിൻ്റെ ബ്ലേഡ് മിനിറ്റിൽ 400 മുതൽ 500 തവണയാണ് കറങ്ങുന്നത് എങ്കിൽ ചൊവ്വയിൽ അത് 2400 തവണയെങ്കിലും മിനിറ്റിൽ കറങ്ങേണ്ടി വരും. എങ്കിൽ മാത്രമേ അതിന് ഉയർന്നു പോകാൻ സാധിക്കൂ. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചൊവ്വയുടെ വായുവിന് ബലമില്ല. അതായത് ഹെലികോപ്റ്ററിന് പൊതുവെ ഭാരം കുറവാണെങ്കിൽ മാത്രമേ ഇത് ഉയർന്നു പോകുകയുള്ളൂ. ഇൻജിനിറ്റി ഹെലികോപ്റ്ററിന്റെ ഭാരം എന്ന് പറയുന്നത് 1.2 കിലോഗ്രാം മാത്രമാണ്. പിന്നെ ഭൂമിയെ അപേക്ഷിച്ച് ഭൂമിയുടെ 1/3 ഗുരുത്വാകർഷണം മാത്രമാണ് ചൊവ്വയിൽ എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പറന്നുയർന്നു. പിന്നെ സാധാരണ ഹെലികോപ്റ്ററുകളിൽ ഉള്ളതിനേക്കാൾ വലിയ ചിറകുകളാണ് ഇതിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പെട്ടെന്ന് പറന്നുയരാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, കുറഞ്ഞ ഭാരത്തിൽ വലിയ ചിറകുകൾ ഉപയോഗിച്ച് അതിവേഗ കറക്കലിലൂടെയാണ് ഇത് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നു പൊങ്ങിയത്.